എന്റെ കുഞ്ഞു നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. രേണു പൊന്ന മോനെ മുട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നതാണ് ഈ രാഹുൽ ദാസിനെ. ഇപ്പൊ ഈ കൊച്ചിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ രേണു. ഫുള്ള് ആ കൊച്ചിനെതിരെയാണ് വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അനുമോളൊക്കെ വീട്ടിൽ വന്ന് കണ്ടുപോയ സമയത്ത് ഫോണൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഡോക്ടർ വഴക്ക് പറയുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഈ ഫോണൊക്കെ ഉപയോഗം ഈ സമയത്ത് ഒക്കെ കുറച്ച് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് രേണുവിനോട് പറയാം. ഈ കീമോ മെഡിസിൻ ഒക്കെ ശരീരത്തിൽ കയറുന്നത് ഫലിക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും നിങ്ങൾ. അല്ലാതെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി പറയും. ഞാൻ മനസ്സിലാക്കിയത് എന്നാന്ന് വെച്ചാൽ ഈ കിച്ചുവും ഈ രേണുവും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പരിഹരിക്കേണ്ട പല പ്രശ്നങ്ങളും ഇവർ സോഷ്യൽ മീഡിയയിലാണ് കൊണ്ടിടുന്നത്. ഇപ്പൊ രേണു എടുത്തു പോയി കഴിഞ്ഞാൽ സകല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്, ഭീഷണിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ കൊച്ചിന് എതിരെ ഓരോന്ന് പറയുന്നു. ഇതിലെടുത്ത് പറയണ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഈ കൊച്ച് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടി എന്നൊക്കെ പറയുന്നു ഈ കിച്ചുവിന്. അങ്ങനെ ബിഗ് ബോസിലേക്കൊക്കെ പോകുവാണ്, രക്ഷപ്പെടുകയാണെന്നൊക്കെ മനസ്സിലായപ്പോൾ ഉള്ള ഒരു കേടാണോ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ നിരന്തരം ഈ പയ്യനെ ഇങ്ങനെ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെ പോകുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം തന്നെ ഇവര് പ്രത്യേകം എടുത്തെടുത്ത് പറയുകയാണ്. എന്താണ്, ആ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുക, ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പൊങ്ങന്താനത്ത് അവിടെ പോയി അന്വേഷിക്കുന്നൊക്കെ. എന്തിനിങ്ങനെ അന്വേഷിക്കാനായിട്ട് പറയുന്നു? എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അങ്ങോട്ട് പറയേ. എന്തായാലും എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇങ്ങനെ ഇടുവാണല്ലോ, എന്നാ പിന്നെ ഇതും കൂടെ അങ്ങോട്ട് പറ. കുറെ നാളായാലും നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു, നിന്റെ ഫ്യൂച്ചർ വരെ നശിച്ചു പോകുന്ന കാര്യമാണെന്ന്. ഇത് എന്തിനിങ്ങനെയെന്ന് പറയുവാണ്? അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം എന്തിനാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്? അതും പോരാഞ്ഞിട്ട് അത് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് സ്വസ്ഥത തരുന്നില്ല, എനിക്ക് സമാധാനം തരുന്നില്ല, ഞാൻ കീമോ ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണ്, എന്നെ വെറുതെ വിടുമെന്നൊക്കെ പറയണേ എന്തിനാ? ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു കൂടി കഴിഞ്ഞാൽ ആൾക്കാർ ഇന്ന് പറയത്തില്ലേ? നിങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾ മാത്രമല്ല കീമോ എടുക്കുന്നത്, എത്രയോ പേരുണ്ട്. നിങ്ങളുടെ പ്രശ്നം അവരെല്ലാം ഈ പ്രശ്നം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവരുടേതായ ഫാമിലി ഇഷ്യൂസ് കൊണ്ട് ഇടുവാണോ? അല്ലല്ലോ. നിങ്ങൾ കിച്ചുവിനെ വിളിച്ചിരുത്തി കിച്ചുവിനോട് സംസാരിച്ച് പൊന്നു മോനെ എൻ്റെ വീഡിയോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി കളയുക എന്ന തരത്തിലാണ് നിങ്ങളുടെ സംസാരം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ പറയാതെ ആ പയ്യനെ വിളിച്ച് അവനോട് പറഞ്ഞ് അതായ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ നോക്ക്. അല്ലാതെ വെറുതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ വാചകം അടിക്കാതെ. ഇതിപ്പം ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഇത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യന് ഒരു തരത്തിലും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രേണു പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ എന്താണെന്നറിയാവോ, നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയുണ്ടല്ലോ, അതിനകത്ത് ബിജുമേനോട് KPC ലളിത പറയുന്നുണ്ട്, ഇവൻ എവിടെ ചെന്നാലും മെയിൻ ആവണം. കല്യാണ വീട്ടിൽ ചെന്നാൽ കല്യാണ ചെറുക്കനാവണം, പള്ളിയിൽ ചെന്നാൽ അച്ഛനാവണം. അങ്ങനെ ഓരോരോ സ്വഭാവം പോലെ രേണുവിന്റെ പേര് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കണം, രേണുവിന്റെ പേര് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു പോയ വിഷയങ്ങൾ വരെ എടുത്തിടുക രേണു അങ്ങോട്ട്. എന്തിനാണിത്? നിങ്ങളുടെ പേര് ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ഇത് ചെയ്യണത്. അതോടൊപ്പം നിങ്ങൾ ഓർക്കണം, ആ പയ്യന്റെ ഭാവിയും കൂടെ ഓർക്കണം. നിങ്ങൾ ഇങ്ങനെ നിരന്തരം കഴിഞ്ഞുപോയ കാര്യങ്ങളെ പ്രതിയാണ് നിങ്ങൾ ഈ ചെറുക്കനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ വെറുപ്പ് നിങ്ങൾ മേടിക്കത്തല്ലേ ഉള്ളൂ. അതും പോരാഞ്ഞിട്ടതേ അച്ഛനെ ഇറക്കി പറഞ്ഞേക്കുക. അതൊന്ന് കേട്ടു നോക്ക. ചിലപ്പോ പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളണം. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവര് ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു കേസിൽ പെട്ട കാര്യമാണ് ഇപ്പൊ ഈ അച്ഛനും പറയുന്നത്, അതായത് ഈ ബിഷപ്പ് പറയുന്നത്. രേണു ഇത് തന്നെയാണ് പറയുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുക, ഈ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുക. അതായത് കിച്ചുവിനെ ആര് സപ്പോർട്ട് കൊടുക്കുന്ന കണ്ടിട്ട് കണിക്കടിയാണ് നിങ്ങൾക്കല്ല. കിച്ചുവിന് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ ആ കൊച്ചി രക്ഷപ്പെടാൻ പോവാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ള ഒരു തരം ഇതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സത്യാവസ്ഥ പറയണം ജനങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വന്നിരുന്നു പറഞ്ഞു. അപ്പൊ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞാലേ ജനങ്ങൾക്ക് മനസ്സിലാവൂ. ഇല്ലെങ്കിൽ ജനങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇപ്പൊ രേണുസുതി പറയുന്നു, ഞാൻ അവന്റെ അമ്മയാണ്, 11ാം വയസ്സ് തൊട്ട് ഞാൻ വളർത്തിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് എന്ത് വിലയാണ് അവിടെ വരുന്നത്? ഒരു ജനിപ്പിച്ചില്ലെങ്കിലും വളർത്തമ്മയാണ് നിങ്ങൾ. സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത് കിച്ചുവാണെന്ന് പറയുന്നു. എന്നിട്ട് ആ കൊച്ചിനെ നശിച്ചു പോട്ടെ എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നു. അവൻ പ്രശ്നക്കാരനാണെന്ന് വരുത്തി തീർക്കുന്നു. അവന്റെ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുക, അവിടെ അവന്റെ പേര് കേസുണ്ട്. വേറെ പോലീസ് സ്റ്റേഷനിൽ പോകും, അവിടെ അവന്റെ പേര് കേസുണ്ട്. നിങ്ങൾ പോയി അന്വേഷിക്കുക, അവനെ സപ്പോർട്ട് ചെയ്യുന്നവർ പോയി അന്വേഷിക്കുന്ന പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന അർത്ഥം. അതുകൊണ്ടാണല്ലോ ഈ ബിഷപ്പിനെ കൊണ്ട് വരെ ഇത് പറയിപ്പിച്ചത്. ഇപ്പൊ ബിഷപ്പ് പറയുന്നത് എന്നാ, എന്റെ കയ്യിൽ പല തെളിവുകളും ഉണ്ട്, അവന്റെ പേരിൽ കേസുണ്ട്,
ഏത് കേസിനെ കുറിച്ചാണ് പറയുന്നത്? ഇപ്പൊ അതിനു മുമ്പ് കിച്ചു ഓൾറെഡി വന്ന് പറഞ്ഞല്ലോ ലൈവില്, എന്താ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടെന്ന്. അതല്ലാതെ ഇനി വേറെ എന്തെങ്കിലും കേസ് കാര്യങ്ങളുണ്ടോ ഈ കൊച്ചിന്? അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു അവസാനം ആവുമ്പോഴേക്കും ഈ പുള്ളിക്കാരി ഫാനയിലെ ഒരു കലാപരിപാടിയൊക്കെ ചെയ്തല്ലോ, അതും കൂടെ ഇനി ഈ കൊച്ചിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവൻ കാരണം ഞാൻ ഇത് ചെയ്തേന്ന് വരെ പറയുന്നത് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ ആ കൊച്ചിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇവർ മുമ്പോട്ട് പോകുന്നത്. അത് ഒരു പക്ഷേ ചിലപ്പോൾ അവൻ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും. ഇന്ന് ഞാൻ കിച്ചുവിന്റെ ഒരു ലൈവ് കണ്ടു, അവൻ പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങി, അതിന്റെ ആദ്യത്തെ സെയിൽ നടക്കുന്നതിനെ കുറിച്ച് പറയുന്നതായിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പം അത് ഈ രേണുസുതിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണോ ഇതിനർത്ഥം? എന്താണ് അതിനർത്ഥം? നിങ്ങളൊരു അമ്മയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. എസ്പെഷ്യലി നിങ്ങൾ ഈ ഫോണൊക്കെ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് സ്വസ്ഥതയും സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങൾ കീമോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലൂ കളർ ബുക്ക് ഉണ്ടല്ലോ, അതിന്റെ ഏകദേശം പകുതിയോടെ എത്തുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ബുക്കിനകത്ത്. അതിനകത്ത് നമ്മളുടെ ജീവിതചര്യയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ, ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ മുമ്പോട്ട് പോകുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും, അതിലൊരു തെറ്റില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു രോഗാവസ്ഥയിലായിരിക്കുമ്പം ആ രോഗത്തിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് വേണം എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. മെഡിസിനൊക്കെ എൻ്റെ ശരീരത്തെ ഏൽക്കണം, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, ജീവിതചര്യയിലൊക്കെ വരുത്തണം മാറ്റങ്ങൾ, കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകണം. ഇപ്പോഴും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങൾ രോഗിയാണെന്നുള്ള കാര്യം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്ര പ്രശ്നങ്ങൾ, ഇത്രയും ഒരു എന്താ പറയുക, ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുന്നത്. അതൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഫോണ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് സ്വസ്ഥതയും സമാധാനമായിട്ട് ഇരിക്കുക. ആദ്യം ആ ട്രീറ്റ്മെന്റ് ഒക്കെ ഒന്ന് ഫലിക്കട്ടെ ശരീരത്ത്, അതിനുശേഷം സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങാം. പിന്നെ വേറൊരു കാര്യം കൂടെ പുള്ളിക്കാരി ചേർത്ത് പറയാണ്, എൻ്റെ റിതപ്പ് നിങ്ങളെ ചേട്ടാന്ന് വിളിച്ചു. പിന്നെ സ്വന്തം ചേട്ടനനിയ പിന്നെ ചേട്ടാന്നും അനിയാന്നും ഒക്കെ അല്ലാതെ പിന്നെ എന്തെന്ന് വിളിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ, അങ്ങനെ അല്ലാതെ എങ്ങനെ വിളിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താ നോക്കണേ? ആ കൊച്ചിനെതിരെ ഇവർ ശക്തമായി തന്നെ മുമ്പോട്ട് പോകാൻ തന്നെ ഉറച്ചിരിക്കുകയാണ്. അതിനാണ് ബിഷപ്പിന്റെ കൂട്ട് പിടിച്ചിരിക്കുന്നത്. അതൊരു ശരിയായ കാര്യമൊന്നും അല്ല രേണു. ഒരാൾ രക്ഷപ്പെടണ കാണുമ്പോൾ, അതായത് എസ്പെഷ്യലി നിങ്ങൾ വളർത്തിയൊരു മകൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾ രണ്ടാനമ്മയല്ല, നിങ്ങൾ എൻ്റെ സ്വന്തം മകനാന്ന് പറയുമ്പോൾ ആ കുട്ടിയോട് അത്രയും സ്നേഹമായിട്ട് നിങ്ങൾ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് ജീവിക്കാൻ അനുവദിക്കുക. അവൻ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്ന്, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതിനെതിരെ ജീവിക്കാൻ വിടുക. അല്ലാതെ ഇങ്ങനെ നിരന്തരം അതിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാതിരിക്കുക. എന്തായാലും പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ. ബൈ.